സമൂഹത്തിനോ തലമുറകൾക്കോ യാതൊരു പ്രയോജനവും ഇല്ലെന്ന് മാത്രമല്ല, വളരെ ദുഃഖകരമായ നിലയിൽ അനേക യൗവനക്കാർ നശിച്ചു പോകുന്നു. ചിലർ സ്വയം നശിക്കുന്നു, മറ്റു ചിലർ അനേകരെ നശിപ്പിക്കുന്നു. ഇന്നത്തെ തലമുറയിൽ നമ്മൾ കണ്ടുവരുന്നതാണ് കൊലപാതകത്തിന്റെ ശക്തി ലോകമെങ്ങും ബലപ്പെട്ടുകൊണ്ടിരിക്കുക. അത് വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണാം. എന്നാൽ ഈ ആൽബിനെ കുറിച്ച് ഇന്ന് ചിന്തിക്കുന്നത് പോലെ ഇത്തരക്കാരെ കുറിച്ച് ചിന്തിക്കുന്നവരാരുണ്ടെന്ന് നോക്കിയാൽ അത് വളരെ ചുരുക്കമാണ്. അതൊരു സാധാരണ കാര്യം പോലെ. എന്നാൽ ആൽബിൻ കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി വേർപെട്ട് ഈ നിലയിൽ അവൻ പോകുമ്പോൾ ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സാധ്യമാകുന്ന ഏറ്റവും ശ്രേഷ്ഠവും ഉന്നതവുമായ ഒരു അനുഭവമാണ് അവന്റെ ആയുസ്സിൽ അവൻ ജീവിച്ച് സിയോനെ പ്രാപിക്കുക എന്നുള്ളത്. അതെല്ലാവർക്കും ഉള്ളതല്ല, എല്ലാവരാലും അത് സാധ്യവുമല്ല. വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ തന്റെ ശിഷ്യഗണങ്ങളെ ആശ്വസിപ്പിക്കുന്നതോടൊപ്പം പറയുന്നു, എന്റെ പിതാവിന്റെ രാജ്യത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോവുകയാണ്. സ്ഥലമൊരുക്കിയാൽ ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തു. അതാണ് ദൈവമക്കളുടെ അല്ലെങ്കിൽ ക്രൈസ്തവ ജനതയുടെ എന്ന് പറയാം പ്രത്യാശ. അതാണ് എന്താ പോയതുപോലെ വീണ്ടും വരും, ഭവനമൊരുക്കി നമ്മളെ കൊണ്ടുപോകും. അപ്പൊ ഇവിടെ നമുക്ക് ഭവനവുമില്ല, ദേശവുമില്ല, ഇതെല്ലാം താൽക്കാലികമാണെങ്കിലും നിത്യഭവനം ഒരുക്കി യേശു വരികയും അവിടേക്ക് നമ്മെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് കർത്താവ് വാക്ക് തന്നിരിക്കുക. അതിൽ വിശ്വാസമുള്ളവർക്ക് ഒരു ഹല്ലേലൂയ. അല്പം താമസിച്ചേ ഉള്ളൂ, എങ്കിലും നമുക്ക് വിശ്വാസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നാം ആ വചനം ചിന്തിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ വാക്ക് അതുപോലെ നിറവേറുക തന്നെ ചെയ്യും. അതിന്റെ ലക്ഷ്യം ഇന്ന് ലോകമെമ്പാടും കണ്ടുകൊണ്ടിരിക്കുകയുമാണ്. എന്നാൽ ഈ വാസസ്ഥലങ്ങളിൽ വചനപ്രകാരം നമ്മൾ പഠിക്കുമ്പോൾ പല കാര്യങ്ങൾ വാസസ്ഥലങ്ങളായിട്ട് കാണാം. പ്രധാനമായി 5 വാസസ്ഥലങ്ങളെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അതിൽ ഒന്ന് സ്വർഗ സിയോനാണ്, രണ്ടാമത്തേത് പുതിയ യെരൂശലേമാണ്, മൂന്നാമത്തേത് പുതിയ ആകാശമാണ്, നാലാമത്തേത് പുതിയ ഭൂമിയാണ്, അഞ്ചാമത് നിത്യ നരകമാണ്. ഈ 5 വാസസ്ഥലങ്ങൾ ദൈവം അതിന്റെ പൂർത്തീകരണത്തിൽ എത്തിച്ച് ഈ ഭൂമിയെ മുഴുവൻ ചുട്ടഴിക്കുവാൻ പോവുക. ഭൂമിയും അതിന്റെ മൂലപദാർത്ഥങ്ങളും കത്തി അഴിഞ്ഞു പോവുകയും സകല മാനവജാതിയും ഈ ഭൂതലത്തെ വിട്ട് അവരുടെ നിത്യതയിലേക്ക് പോവുകയും ചെയ്യേണ്ടത് ആവശ്യം. എന്നാൽ ആ നിത്യതയിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഉന്നതമായ സ്ഥാനമാണ് സ്വർഗ സിയോൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് പ്രവാചകൻ പറഞ്ഞ വാക്കുകളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വീണ്ടും ആ 4-ാം വാക്യത്തിൽ നമുക്ക് 3 കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കുവാൻ കഴിയും. വായിക്കാം. 3 കാര്യങ്ങൾ ഒരു വിഭാഗക്കാരോട് പറയുക. ഇത് മറ്റൊരാൾക്ക് ഗ്രഹിക്കാൻ പ്രയാസമാണ്. അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലാണ് നമുക്കത് കാണുവാൻ കഴിയുക. വായിക്കാം. 12-ാം വാക്യം. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ. വരം ലഭിച്ചവരല്ലാതെ ആരും ഈ വചനം
ഗ്രഹിക്കുന്നില്ല എന്ന് യേശു പറഞ്ഞു. 3 ഷണ്ഡന്മാരെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഒന്ന്, ജന്മനാൽ ഷണ്ഡന്മാരായവർ. രണ്ടാമത്, മനുഷ്യരാൽ ഷണ്ഡന്മാരായവർ. മൂന്നാമതായിട്ട്, സ്വർഗരാജ്യ നിമിത്തം ഷണ്ഡന്മാരായി തീർന്നവർ. ഇത് ഗ്രഹിക്കുവാൻ കഴിവുള്ളവർക്ക് മാത്രമേ ഈ വചനം ശരിയായ രീതിയിൽ ഗ്രഹിക്കാൻ കഴിയൂ. ഈ ആത്മിന് ഒരു വിവാഹം കഴിക്കുവാനോ അല്ലെങ്കിൽ അവനൊരു കുടുംബജീവിതത്തിൽ മുൻപോട്ട് പോകുവാനോ കഴിയാത്ത ഏതെങ്കിലും ന്യൂനതയുള്ള അല്ലെങ്കിൽ ലോകപ്രകാരം ജന്മനാൽ ഒരു ഷണ്ഡനായ വ്യക്തിയെ ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ശുശ്രൂഷകരും, സ്റ്റേജിൽ മാത്രമല്ല സ്റ്റേജിന് താഴെ കസേരയിട്ട് കുറച്ച് ഇരിപ്പുണ്ട്, ഇവരാരും തന്നെ ഇങ്ങനെ വൈകല്യമുള്ളവരായതുകൊണ്ട് ഈ ശുശ്രൂഷയ്ക്ക് വന്നവരല്ല. നമ്മൾ ആത്മീയ സാക്ഷിയിൽ ശ്രദ്ധിച്ചല്ലോ, പഠിക്കാൻ പോകുമ്പോൾ മറ്റു പല കാര്യങ്ങളിൽ വലിയ വടംവലി നടന്നുകൊണ്ടേയിരുന്നു. ലോകപ്രകാരം ജീവിക്കണമെന്ന് ഒരു വശം, മറുവശം ഇതിനാലൊന്നും യാതൊരു സ്വസ്ഥതയും ഉണ്ടാകുന്നില്ല, സമാധാനം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം? ജീവകാലത്ത് ഒരിക്കൽ പോലും ഈ ലോകത്തിലെ വിഷയങ്ങളിൽ ഇടപെട്ട് ജീവിക്കുവാൻ ഈ ആത്മിന് അനുവാദമില്ല. ഇത് വീട്ടുകാരോ അല്ലെങ്കിൽ സഭയുടെ നടത്തിപ്പുകാരോ ഏതെങ്കിലും പ്രത്യേകമായ അഭ്യസനം കൊടുക്കുന്ന ആളുകളോ ഈ ആത്മിനെ പഠിപ്പിച്ചതല്ലെന്ന് നിങ്ങൾ ഇവിടെ വെച്ച് കേട്ടു. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഇയാൾക്ക് എന്ത് സംഭവിച്ചു? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടതായ വിഷയം. പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. സാക്ഷ്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ പല ജനറേറ്റർ അല്ലേ സ്തോത്രം. അപ്പോൾ ജീവിതത്തിൽ ഈ വ്യത്യാസം കണ്ടു തുടങ്ങിയത് എന്നാണ്? അത് നാം ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അന്യഭാഷ അടയാളത്തോടെ തന്റെ മേൽ വ്യാപരിച്ചു. ആ ദൈവശക്തിയുടെ വ്യാപാരം ജീവിതത്തിൽ കടന്നു വന്ന നാൾ മുതൽ തന്റെ ജീവിതത്തിൽ പലതും വെറുക്കുവാൻ തുടങ്ങി. ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും മറ്റൊരു ചെറുപ്പക്കാരനെ പോലെ പലതും ഇഷ്ടപ്പെടാതെ പലതിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു അനുഭവം പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് പോലും മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവത്താൽ വിളിക്കപ്പെട്ടു എന്നാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. കോടിക്കണക്കിന് ജനങ്ങൾ ഇന്ന് ലോകത്തിൽ ജീവിക്കുന്നു. എന്നാൽ ഇവരുടെ നടുവിൽ നിന്ന് സിയോനിൽ വസിക്കേണ്ടതിനായി 1,44,000 പേരെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. മനുഷ്യവംശം ഭൂമിയിൽ ഉടലെടുത്ത നാൾ മുതൽ, ഒരളവിൽ പറഞ്ഞാൽ കൃപായുഗത്തിന്റെ ആരംഭം മുതൽ ഇന്ന് വരെ 1,44,000 പൂർത്തീകരിച്ചില്ല. ഇവരെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണാൻ കഴിയും. അതിന്റെ ആദ്യത്തെ വാക്യം വായിക്കും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ സ്വർഗ സിയോനിൽ അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ അത്യുന്നതമായ ആ വാസസ്ഥലത്ത്
മഹാരാജാവിന്റെ നഗരമായ ഉത്തരഗിരിയായ സിയോൻ പർവ്വതം എന്ന് 48-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ആ സ്വർഗരാജ്യത്തിന്റെ ഉത്തരഗിരിയായ സിയോൻ പർവ്വതത്തിൽ തന്നോട് കൂടെ വസിക്കുവാനായി ദൈവം തിരഞ്ഞെടുക്കുന്നവർ 144,000 പേരാണ്. അവരെ കുറിച്ചാണ് പ്രവാചകൻ പറഞ്ഞത്, എന്റെ ശബത്ത് പ്രമാണിക്കുകയും എനിക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്യുന്ന ഷണ്ഡന്മാർ. ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. ഭൂമിയിൽ മനുഷ്യൻ പലതും ആഗ്രഹിക്കുന്നു, പല വിധത്തിൽ മനുഷ്യൻ പ്രയത്നിക്കുന്നു, ജീവിതത്തിൽ പല ഉദ്ദേശങ്ങളോടുകൂടെ മുൻപോട്ട് കടന്നുപോകും. എന്നാൽ സിയോനായി വിളിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ആ വിളി ലഭിച്ചു കഴിയുമ്പോൾ പിന്നീട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന്റെ ശബത്തിനെ ഇഷ്ടപ്പെടുന്നവരായി തീരുന്നു എന്ന് പറയും. ഈ ശബത്ത് എന്ന് പറയുമ്പോൾ 10 കൽപ്പനകളിൽ പ്രധാനമായി ദൈവം കൊടുത്ത ഒരു കൽപ്പനയായി നമുക്കിതിനെ കാണുവാൻ കഴിയും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദീപകാലയളവിൽ അക്ഷരീയമായ ശബത്തല്ല, ഒരു ശബത്തിന്റെ ഒരു ആത്മീയ അനുഭവം ഉണ്ടെന്ന് കർത്താവ് പലപ്പോഴും തെളിയിച്ചു കൊടുത്തു. എന്നാൽ അതവർ അംഗീകരിക്കാതെ കർത്താവിനെ കൊല ചെയ്യുവാൻ പല സന്ദർഭങ്ങളിലും ഒരുപ്പെട്ടതായും നമുക്ക് കാണാം. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ, എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു എന്നാണ് 9-ാം വാക്യം. ശബത്തിന് യേശു കർത്താവാകുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ ഒരു ശബത്തിന്റെ ദിവസമല്ല, ഒരു ശബത്തിന്റെ ആചാരമല്ല, ശബത്തിന് ഒരു അനുഭവമുണ്ട് എന്ന് നമുക്ക് കാണാം. അതാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്, എന്റെ ശബത്തിനെ ഇഷ്ടപ്പെടുന്ന ഷണ്ണൻ. ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും അത് സാധ്യമല്ല. എനിക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുന്നവൻ, എന്റെ നിയമം പ്രമാണിക്കുന്നവൻ, ഇവനാണ് പുത്രീപുത്രന്മാരെക്കാൾ ശ്രേഷ്ഠമായ നാമവും സ്ഥാനവും പ്രാപിച്ചവനായി, ഛേദിക്കപ്പെടാത്ത ഒരു നാമം ഉള്ളവനായിട്ട് അവൻ ദൈവരാജ്യത്തിൽ ഉന്നതമായ സ്ഥാനത്ത് ദൈവത്തോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ വസിക്കുന്നു എന്ന് നാം തിരുവെഴുത്തിൽ വായിക്കുന്നു. ആ ശബത്തിന്റെ അനുഭവങ്ങളെ ഒന്നൊന്നായി വിവരിക്കുവാൻ ഇപ്പോൾ സമയം പോരാ. ഞാൻ തൊടുകുറിയായി ചില കാര്യങ്ങൾ പറഞ്ഞ് വിടുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തെ ശത്രു അല്ലെങ്കിൽ പിശാച് ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് പാപ സ്വഭാവത്തിലൂടെയാണ്. ലോകം, ജഡം, പാപം, സാത്താൻ, ഇത് ദൈവജനത്തോട് പോരാടുന്ന ഒരു ശത്രുവാണ്. മനുഷ്യനെ ആരംഭം മുതൽ നശിപ്പിച്ചു കളയേണ്ടതിനായിട്ട് പോരാടുന്ന ഒരു ശക്തിയാണ് പാപം. അത് വലിയൊരു വഞ്ചനയാണ്. അത് തുടക്കത്തിൽ തിരിച്ചറിയുവാൻ കഴിയില്ല. എപ്പോഴാണ് മനുഷ്യൻ ഇതിനെക്കുറിച്ച് അറിയുന്നത്? സാധാരണഗതിയിൽ നോക്കുമ്പോൾ അതിന്റെ പരിണിത ഫലമായ മരണം മനുഷ്യനിൽ സംഭവിക്കുകയും അവൻ നിത്യമായ ന്യായവിധിയിലേക്ക് കടന്നു പോവുകയും ചെയ്യും. എന്നാൽ ഈ ജീവിത കാലയളവിനുള്ളിൽ ഞാൻ ഇന്ന് അനുകരിച്ചു പോരുന്ന അല്ലെങ്കിൽ പ്രമാണിച്ചു പോരുന്ന വഴികൾ നാശത്തിലേക്കുള്ളതാണെന്നോ, ഇത് നിമിഷ നേരത്തേക്ക് മാത്രമുള്ളതെന്നോ, എന്റെ ജീവിതത്തിന്റെ സ്വസ്ഥതയെ നശിപ്പിച്ച് നിത്യനരകത്തിൽ എന്നെ തള്ളിയിടുന്നതാണെന്നോ ചിന്തിക്കുവാൻ ഒരു മനുഷ്യൻ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ പ്രവർത്തിക്കുന്നില്ല. എന്നാൽ ദൈവവിളി ഒരു വ്യക്തിക്ക് ലഭിച്ചു. എങ്ങനെയുള്ള വിളി? എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവരല്ലാതെ ആരും ഈ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. ഇത് ആൽവിനോ എനിക്കോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്കോ സ്വതവേ ചെന്ന് എടുക്കാവുന്ന ഒന്നല്ല. ദൈവത്തിന് സ്തോത്രം. കുടുംബ ശ്രേഷ്ഠത കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ
മറ്റേതെങ്കിലും കഴിവുകൾ കൊണ്ടോ പണം കൊണ്ടോ നേടാവുന്ന ഒരു സ്ഥാനമല്ല സിയോൻ എന്ന് പറയുന്നത്. അതിനൊരു ദൈവ വിളി ആവശ്യമാണ്. ആ ദൈവ വിളിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങളിൽ നിങ്ങളുടെ വിളിയെ നോക്കുവീൻ എന്ന് പറഞ്ഞിട്ട് അപ്പോസ്തലൻ ചില കാര്യങ്ങളൊക്കെ അവിടെ വിവരിക്കുന്നുണ്ട്. എല്ലാം ഞാനിവിടെ വിവരിക്കുന്നില്ല. കുലീനന്മാര്, ജ്ഞാനികള്, ലോകത്തിലെ ശ്രേഷ്ഠന്മാര്, ബുദ്ധിമാന്മാര്, ബലവാന്മാര്, ഇവരെയൊക്കെ ലജ്ജിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം ലോകത്തിൽ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു. ഈ ഭോഷത്വമായ മാർഗം എല്ലാവർക്കും തിരഞ്ഞെടുക്കാൻ കഴിയില്ല. മറ്റുള്ളവർ നോക്കുമ്പോൾ അവർക്കിതൊരു ഭോഷത്വമായി, ഒരു ബുദ്ധികേടായി തോന്നുന്നു എന്ന് പറയുന്നത് തെറ്റില്ല. ഇപ്പോൾ ആൽബിൻ നല്ല അല്ലെങ്കിൽ തേച്ച നല്ല വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുക. ഈ കഥയെല്ലാം മാറി ഇരുമ്പല്ലൂരിൽ ട്രെയിനിങ് സെന്ററിലേക്ക് പോകും. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ആൽബിനെ ചിലപ്പോ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരികയില്ല. ആളിന്റെ ഷേപ്പൊക്കെ മാറി, വ്യത്യാസങ്ങളൊക്കെ വന്ന് പരിശീലന കേന്ദ്രത്തിൽ പരിശീലനത്തിലൂടെ കടന്നു പോകുന്ന ഒരു പ്രത്യേക ഘട്ടം. ദൈവത്തിന് സ്തോത്രം. പണ്ടകാലം പോലെയുള്ള കഷ്ടതയോ പട്ടിണിയോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇന്ന് ദൈവകൃപയാൽ ട്രെയിനിങ് സെന്ററിൽ ഒന്നുമില്ല. ഒരിക്കൽ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിന്റെ മുമ്പിൽ ഒരു സഭയിലെ ഒരു പാസ്റ്റർ, ആ പാസ്റ്റർ ഇല്ലെന്ന് ഞാൻ വിചാരിക്കാനില്ല, വന്നിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം പെട്ടെന്ന് ഇറങ്ങി എനിക്ക് കൈ കാണിച്ചു. ഞാൻ സന്തോഷത്തോടെ എന്റെ സൈക്കിളിൽ നിന്ന് ബന്ധപ്പെട്ട് താഴെയായി. കാരണം എന്റെ സൈക്കിളിന്റെ പുറയിൽ ഒരു ലോഡ് മീനുണ്ട്. എന്റെ സൈക്കിളിന്റെ ഹാൻഡിലിൽ 7 സഞ്ചിയെങ്കിലും അതിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ടുണ്ട്. ആ സഞ്ചിയിലും സാധനങ്ങളാണ്. ഈ മീനിന്റെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ചാക്കിൽ കെട്ടി മീൻ വെച്ചിരിക്കുക. ഇത് ഞാനിങ്ങനെ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ അതിന്റെ വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ അത് ആക്ഷേപമാകും, അതുകൊണ്ട് പറയുന്നില്ല. അദ്ദേഹം എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്. ദൈവത്തിന് സ്തോത്രം. എന്റെ ഒരു സഹോദരനാണ്. താന് ഇങ്ങനെ കൈ കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ വേലക്കിറങ്ങിയപ്പോൾ എന്റെ വീട്ടിൽ തന്നെ കണ്ടില്ല, അതുകൊണ്ട് ഒരു സ്തോത്രം പറയാനായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഈ സൈക്കിളിൽ ഇറങ്ങിയ ഉടൻ ആ മനുഷ്യൻ എന്നോട് ആ ടൗണിൽ ആ നടു റോഡിൽ വെച്ച് ചോദിക്കുകയാണ്, നിന്റെ തലയ്ക്ക് വട്ടാമോ? ഞാൻ ഒരു നിമിഷം പകച്ചു നിന്നു. ഞാൻ മറുപടി പറഞ്ഞു, നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ ശരിയാകില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ആ സൈക്കിളിൽ കയറി ഞാൻ മുമ്പോട്ട് സൈക്കിളിൽ ഓട്ടി പോകുമ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചോണ്ടേയിരുന്നു. അപ്പൊ കുറെ അങ്ങോട്ട് പോയപ്പോൾ ദൈവം എനിക്ക് ഒരു ആശ്വാസം തന്നു. അദ്ദേഹം പറഞ്ഞ ശരിയാണ്. കാരണം ഈ പണി ചെയ്യണമെങ്കിൽ ഒരു തനി ബട്ടനല്ലാതെ മറ്റൊരാൾക്ക് ഇത് സാധ്യമല്ല എന്നെനിക്ക് മനസ്സിലായി. അതോടുകൂടെ മുമ്പോട്ട് പോകുന്തോറും മനസ്സിലായി, ഇതിനകത്ത് ഈ പോഷത്വമായത് ഏതൊക്കെയാണ് നമ്മൾ തെരഞ്ഞെടുത്ത് മുൻപോട്ട് പോകുന്നതെന്നുള്ളതിനെ കുറിച്ച് പിന്നീട് അങ്ങോട്ടുള്ള നാളുകളിൽ മനസ്സിലായി. ദൈവത്തിന്റെ വചനം പറയുന്നു, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ വേല, ആ വിളി ലഭിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം മാറി. അവരുടെ സന്തോഷം, അവരുടെ ശബത്ത്, അവരുടെ സ്വസ്ഥത, അവരുടെ സമാധാനം എന്ന് പറയുന്നത് ദൈവനാമത്തിന് വേണ്ടി എത്രയും പട്ടിണി കിടക്കാം, എത്രയും അവമാനിക്കപ്പെടാം, എത്രയും കഷ്ടങ്ങൾ സഹിക്കാം, എത്രമാത്രം കർത്താവിന് വേണ്ടി ജീവനെ പാനീയയാഗമായി കൊടുക്കാൻ കഴിയുമോ, ഇതാണ് കർത്താവിന്റെ വേലക്കാരുടെ സ്വസ്ഥത. ഹല്ലേലൂയ. നിങ്ങൾക്കതില് പങ്കില്ലെന്ന് എനിക്കറിയാം. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ശുശ്രൂഷ അങ്ങനെയാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചോണ്ടാ മതി. കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി ഈ സഹോദരൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ തന്റെ ദൈവത്തിന്റെ കാലം മുഴുവനുള്ള സന്തോഷം ദൈവത്തിന്റെ ശബത്ത് അനുഷ്ഠിക്കുക എന്നുള്ളതാണ്.
ദൈവികമായ സ്വസ്ഥത, മാനസാന്തര അനുഭവം മുതൽ നിത്യത വരെയും തുടരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു മനുഷ്യ ജീവിതത്തിൽ ശബത്ത് അല്ലെങ്കിൽ സ്വസ്ഥത അനുഭവിക്കുന്ന ആത്മീയ അനുഭവങ്ങൾ വളരെ ശ്രേഷ്ഠമായതാണ്. അതൊരു വ്യക്തി അനുഭവിക്കുന്തോറും ദൈവജനങ്ങൾ അവരവരുടെ നിലയിൽ ആ സ്വസ്ഥതയിലേക്ക് വരുമ്പോൾ പാപവഴികളെ മനസ്സോടെ ഉപേക്ഷിക്കുക, ലോകത്തിന്റെ ആഡംബരങ്ങളെ അതുപോലെ തള്ളിക്കളയുകയാണ്. ഈ ലോകത്തിന്റെ സ്ഥാനവും മാനവും പേരും പ്രതാപവും എല്ലാം ഉപേക്ഷിക്കുന്ന ഒരു അനുഭവം യഥാർത്ഥ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ട്. ഞാൻ അതിന്റെ മറുവശങ്ങളെ നിങ്ങളെ